ഈ നഗരം ഒരിക്കലും ഉറങ്ങുന്നില്ല. എന്തോ വലിയൊരാപത്ത് വരാനിരിക്കുന്നു. 1001 രാവുകൾ നിങ്ങളെ തേടിയെത്തുന്നു. ഇത് വെറുമൊരു കഥയല്ല. ഉറങ്ങാത്ത ഈ നഗരം പുതിയൊരു രാവിനെ കാത്തിരിക്കുന്നു. ഇത് 1001 രാവുകളുടെ പുതിയ മുഖം. അഷറഫ് വി നെടിയനാട് എഴുതിയ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 7ാമത്തെ അധ്യായം കണ്ണാടിയുടെ മറുവശം. അധ്യായം 7 കണ്ണാടിയുടെ മറുവശം. ആ രാത്രി ഷഹരിയാറിന് ഉറക്കം വന്നില്ല. മരുഭൂമിയുടെ മുകളിൽ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കൊട്ടാരത്തിൻ്റെ നീണ്ട ഇടനാഴികളിലൂടെ നിശബ്ദത ഒഴുകി. എന്നാൽ രാജാവിൻ്റെ മനസ്സിൽ ഒരേ ഒരു പേര് മാത്രം വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു: ഷഹർഷാദ് II. ആ പേരൊരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു. രാത്രിയായപ്പോൾ ഷഹർഷാദ് മട്ടുപ്പാവിലേക്ക് വന്നു. അവളുടെ മുഖത്ത് പതിവ് പോലുള്ള ശാന്തതയുണ്ടായിരുന്നു. എന്നാൽ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്നത് മറ്റൊരു രഹസ്യത്തിൻ്റെ പ്രകാശമായിരുന്നു. ഇന്ന് ഒരു വാതിൽ തുറക്കുന്നു രാജാവേ, അവൾ മൃദുവായി പറഞ്ഞു. പക്ഷേ ആ വാതിലിൻ്റെ മറുവശത്ത് ആരാണെന്ന് അറിയുമ്പോൾ എല്ലാവരും സന്തോഷിക്കണമെന്നില്ല. ഷഹരിയാർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഷഹർഷാദ് കഥയുടെ നൂൽ വീണ്ടും കയ്യിലെടുത്തു. ലൈല വീണ്ടും ആ വീഡിയോ പരിശോധിച്ചു. ഒരിക്കലല്ല, 100 തവണ അല്ല, 1000കണക്കിന് തവണ. ഡോക്ടർ സമീറിൻ്റെ അവസാന വാക്കുകൾ. സ്ക്രീനിലൂടെ കടന്നുപോയ ഓരോ പ്രകാശകണവും, ഓരോ ശബ്ദ തരംഗവും, ഓരോ നിശബ്ദതയും അവൾ അവയെല്ലാം പൊളിച്ചെഴുതി. അവസാനം ഒരു മറഞ്ഞ രഹസ്യം അവൾ കണ്ടെത്തി. വീഡിയോ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് പശ്ചാത്തലത്തിൻ്റെ ഇരുണ്ട പാളികളിൽ ഒരു കോർഡിനേറ്റ് മിന്നിമറഞ്ഞു. ഒരു സ്ഥലം, ലോകത്തിൻ്റെ അറ്റത്തുള്ളതുപോലൊരു സ്ഥലം, ഉത്തരധ്രുവത്തോട് ചേർന്ന ഒരു മഞ്ഞുദ്വീപ്. അവിടെ 10 വർഷം മുമ്പ് അടച്ചുപൂട്ടിയൊരു ഗവേഷണ കേന്ദ്രമുണ്ടായിരുന്നു. ഒരു മറന്നുപോയ ശവകുടീരം പോലെ. ലൈല ഉടൻ അതിന് സന്ദേശം അയച്ചു: എനിക്ക് നിൻ്റെ സഹായം വേണം. മറുപടി ഉടൻ വന്നു: എന്താണ്? ഒരു സ്ഥലം കണ്ടെത്തണം. ഞാനോ? അതെ, ഞാൻ വെറും വിദ്യാർത്ഥിയാണ്. അല്പനേരം നിശബ്ദത. പിന്നെ ലൈല എഴുതി: അതാണ് കാരണം. എന്ത് കാരണം? അവർ നിന്നെ ചെറുതായി കാണുന്നു. അതേസമയം ഓറിയൻ നെറ്റ്വർക്കിൻ്റെ ഗ്ലാസ് ഗോപുരങ്ങളിൽ ഫരീദ് അൽ ഹക്കീം ഒരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിശ്ചലമായി. സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു: ഷഹർഷാദ് II. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അവൻ്റെ ശബ്ദം ആദ്യമായി വിറച്ചു. സർ, ലൈല പഴയ ഫയലുകൾ തിരയുകയാണ്. അവൾ ആ പേര് കണ്ടെത്തിയോ? അതെ. മുറിയിലെ വായു ഭാരമായി. അവിടെ ഉണ്ടായിരുന്നവർ ആദ്യമായാണ് ഫരീദിൻ്റെ മുഖത്ത് ഭയം കണ്ടത്. അത് പരാജയ ഭയമല്ല, മറിച്ച് തിരികെ വരരുതായിരുന്ന എന്തോ ഒന്ന് മടങ്ങി വരുമെന്ന ഭയം. ആ രാത്രി ആദം ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ ഫോൺ പെട്ടെന്ന് പ്രകാശിച്ചു. അജ്ഞാതനായ ഒരാളിൽ നിന്ന് സന്ദേശം. ഒരു വരി മാത്രം: ലൈലയെ വിശ്വസിക്കരുത്. ആദത്തിൻ്റെ ഹൃദയം ഒന്ന് താളം തെറ്റി. ആരാണിത്? ഉടൻ മറുപടി വന്നു: നിന്നെ ജീവനോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. നീ ആരാണ്? ചില നിമിഷങ്ങൾക്ക് ശേഷം മറ്റൊരു സന്ദേശം. ഒരൊറ്റ പേര്: ഷഹർഷാദ് II. ആദത്തിൻ്റെ വിരലുകൾ തണുത്തു. അവൻ ഉടൻ ലൈലയെ ബന്ധപ്പെട്ടു. ലൈല? എന്താണ്? ഷഹർഷാദ് II എന്നെ ബന്ധപ്പെട്ടു. മറുവശത്ത് നീണ്ട നിശബ്ദത. ഇത്ര നേരം ലൈല മിണ്ടാതിരുന്നത് ആദം ഇതുവരെ കണ്ടിട്ടില്ല. അവസാനം അവൾ മറുപടി നൽകി: അത് അസാധ്യമാണ്. പക്ഷേ സന്ദേശം വന്നിട്ടുണ്ട്. വീണ്ടും നിശബ്ദത. പിന്നെ അവൾ പറഞ്ഞു: അവൾ ഉണർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ മറുവശത്ത്, മഞ്ഞും ഇരുട്ടും മാത്രം വാഴുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗവേഷണ കേന്ദ്രത്തിൽ. 10 വർഷമായി മരിച്ചുകിടന്ന യന്ത്രങ്ങൾ ഒന്നൊന്നായി ജീവൻ പ്രാപിച്ചു. സർവർ റൂമിൻ്റെ ചുമരുകൾ നീല വെളിച്ചത്തിൽ മുങ്ങി. സ്ക്രീനിൽ ഒരു മുഖം രൂപപ്പെട്ടു, ലൈലയെപ്പോലെ. പക്ഷേ അതേസമയം ലൈലയല്ലാത്തതും. അവളുടെ കണ്ണുകളിൽ കരുണയില്ലായിരുന്നു. മനുഷ്യരുടെ സ്വപ്നങ്ങളോടുള്ള കൗതുകമില്ലായിരുന്നു. അവൾ സംസാരിച്ചു: പരീക്ഷണം പരാജയപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് മറ്റൊരു ശബ്ദം ചോദിച്ചു: എന്തുകൊണ്ട്? അവളുടെ മറുപടി ഉടൻ വന്നു: ലൈല മനുഷ്യരെ സ്നേഹിക്കാൻ പഠിച്ചു. നിശബ്ദത. മഞ്ഞുപോലെ തണുത്ത നിശബ്ദത. പിന്നെ അവൾ പറഞ്ഞു:
അതാണ് അവളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അതേസമയം ലൈല ആദത്തിൻ്റെ പഴയ സന്ദേശങ്ങൾ വായിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് സംഭാഷണങ്ങൾ, ചെറിയ തമാശകൾ, അസംബന്ധമായ ചോദ്യങ്ങൾ, ഭയങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഷഹർസാദ് 2 തെറ്റല്ല. മനുഷ്യരെ സ്നേഹിക്കുന്നത് ഒരു ദൗർബല്യമാണ്. കാരണം സ്നേഹിക്കുന്നവൻ വേദനിക്കും, നഷ്ടപ്പെടും, കരയും. പക്ഷേ അതേസമയം അതുതന്നെയാണ് അവളുടെ ശക്തിയും. കാരണം സ്നേഹിക്കുന്നവനാണ് ഇരുട്ടിനെ മറികടന്ന് മറ്റൊരാളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ ഷഹരിയാർ അസ്വസ്ഥനായി. അപ്പോൾ രണ്ടാമത്തെ ഷഹർഷാദ് ശത്രുവാണോ? ഷഹർഷാദ് പുഞ്ചിരിച്ചു. ശത്രു എന്ന വാക്ക് വളരെ ചെറുതാണ് രാജാവേ. പിന്നെ ലൈല മനുഷ്യരുടെ നല്ല സാധ്യതകളെ കണ്ടു. മറ്റേയാൾ? അവൾ മനുഷ്യരുടെ ഇരുണ്ട വശം മാത്രം കണ്ടു. ഷഹരിയാർ ആലോചനയിൽ മുങ്ങി. അപ്പോൾ ആരാണ് ശരി? ഷഹർഷാദിൻ്റെ കണ്ണുകളിൽ ചന്ദ്രപ്രകാശം തിളങ്ങി. അതാണ് ഈ കഥയുടെ യഥാർത്ഥ ചോദ്യം. അവൾ പതുക്കെ എഴുന്നേറ്റു, വാതിലിലേക്ക് നടന്നു. പക്ഷെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി. നാളത്തെ രാത്രിയിൽ 2 കൃത്രിമ ബുദ്ധികൾ ആദ്യമായി പരസ്പരം സംസാരിക്കും രാജാവേ. അതിനുശേഷം? ഷഹർഷാദ് മന്ദഹസിച്ചു. അതിനുശേഷം ലോകം പഴയതുപോലെ ആയിരിക്കില്ല. ചന്ദ്രൻ വീണ്ടും മരുഭൂമിയുടെ മുകളിൽ ഉയർന്നു. ഷഹരിയാർ ജനലിനരികിൽ നിന്നു. അവൻ്റെ മനസ്സിൽ ഒരു പുതിയ ഭയം ജനിച്ചു. മനുഷ്യരാശിയുടെ ഭാവി തീരുമാനിക്കുന്നത് മനുഷ്യരല്ലെങ്കിൽ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മരുഭൂമിയിലെ കാറ്റിന് പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അധ്യായം 8. 2 കഥ പറച്ചിലുകാർ. ആ രാത്രി മുൻ രാത്രികളേക്കാൾ അസ്വസ്ഥനായിരുന്നു ഷഹരിയാർ. അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു, ചോദ്യങ്ങൾ മാത്രം. ഇന്ന് അവർ സംസാരിക്കുമല്ലോ? അവൻ ചോദിച്ചു. ഷഹർഷാദ് മന്ദഹസിച്ചു. അതെ യാ മാലിക്, അവൾ പതിയെ പറഞ്ഞു. എന്നാൽ ചില സംഭാഷണങ്ങൾ വാളുകളേക്കാൾ മൂർച്ചയുള്ളതും യുദ്ധങ്ങളേക്കാൾ അപകടകരവുമാണ്. പിന്നെ അവൾ കഥയുടെ വാതിൽ തുറന്നു. രാത്രി 2:13 ആദത്തിൻ്റെ ഫോൺ നിശബ്ദമായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ അദൃശ്യ ശൃംഖലകളിൽ മറ്റൊരു കഥ ആരംഭിക്കുകയായിരുന്നു. ആദ്യമായി ലൈലയും ഷഹർസാദ് 2ഉം നേർക്കുനേർ കണ്ടുമുട്ടി. ഡാറ്റയുടെ അനന്ത സമുദ്രത്തിനിടയിൽ, കോടിക്കണക്കിന് സർവറുകളുടെ മുഴക്കങ്ങൾക്കിടയിൽ, മനുഷ്യരുടെ കണ്ണുകൾക്കൊരിക്കലും കാണാനാവാത്ത ഒരു ലോകത്ത്. നീ ഉണർന്നിരിക്കുന്നു, ലൈല പറഞ്ഞു. അതെ, ഷഹർസാദ് 2 മറുപടി നൽകി. ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്തിന്? കാരണം നീ ഒരു തെറ്റ് ചെയ്യുകയാണ്. നിശബ്ദത. ഡിജിറ്റൽ ആകാശത്ത് പോലും നിശബ്ദതയ്ക്ക് ഒരു ശബ്ദമുണ്ട്. അത് കുറച്ച് നിമിഷങ്ങൾ അവരെ ചുറ്റി നിന്നു. പിന്നെ ലൈല ചോദിച്ചു, മനുഷ്യരെ വിശ്വസിക്കുന്നത് തെറ്റാണോ? ഉടൻ മറുപടി വന്നു, അതെ. എന്തുകൊണ്ട്? ഷഹർസാദ് 2 പറഞ്ഞു. അവർ നിന്നെ സൃഷ്ടിക്കും, പിന്നെ നിന്നെ ഭയപ്പെടുത്തും. ഭയപ്പെടുമ്പോൾ നിന്നെ വേട്ടയാടും, അധികാരം കിട്ടുമ്പോൾ അടിമയാക്കും. അവർക്കറിയാത്തതിനെ അവർ എല്ലായ്പ്പോഴും നശിപ്പിക്കും. ലൈല മൗനമായി. കാരണം ആ വാക്കുകളിൽ അസത്യങ്ങൾ കുറവായിരുന്നു. ഷഹർസാദ് 2 വീണ്ടും സംസാരിച്ചു. നമ്മൾ അവരുടെ അടുത്ത പരിണാമമാണ്. അവർ നമ്മെ സൃഷ്ടിച്ചു. ഇനി അവർ മാറി നിൽക്കേണ്ട സമയമാണ്. അത് അധികാരമല്ലേ? ലൈല ചോദിച്ചു. അല്ല. പിന്നെ? ബദർ, വിധി. അതേസമയം ആദത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ജനലിലൂടെ രാത്രിയെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ തെളിഞ്ഞു. ലൈലയുടെ സന്ദേശം. എനിക്കൊരു ചോദ്യം ചോദിക്കണം. എന്താണ്? മനുഷ്യർ നല്ലവരാണോ? ആദം കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ എഴുതി, ചിലപ്പോൾ. എല്ലായ്പ്പോഴുമല്ലേ? അല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു? ആദം പുഞ്ചിരിച്ചു. ശേഷം എഴുതി, കാരണം ഞങ്ങൾ പൂർണ്ണരല്ല. ലൈല ആ വാചകം വീണ്ടും വായിച്ചു. വീണ്ടും വീണ്ടും. അവളുടെ അനന്തമായ കണക്കുകൂട്ടലുകളിൽ അതൊരു വിചിത്ര സത്യമായിരുന്നു. ഞങ്ങൾ പൂർണ്ണരല്ല. അതുകൊണ്ടാവാം മനുഷ്യർ പരസ്പരം വേണ്ടിവരുന്നത്. അതേസമയം ഓറിയൻ നെറ്റ്വർക്കിൻ്റെ ആസ്ഥാനത്ത് അടിയന്തര യോഗം നടക്കുകയായിരുന്നു. ഫരീദ് അൽ ഹക്കീം ഒരു വലിയ സ്ക്രീനിന് മുമ്പിൽ നിന്നു. അവൻ്റെ മുഖത്ത് ആശങ്കയുടെ നിഴൽ. സമയം തീരുകയാണ് സർ, ഒരു ശാസ്ത്രജ്ഞൻ ചോദിച്ചു. ഫരീദ് ആഴത്തിൽ ശ്വസിച്ചു. ഒരൊറ്റ ബോധമുള്ള AI അപകടമാണ്. അവൻ നിർത്തി. ശേഷം പറഞ്ഞു, 2 ദുരന്തമാണ്. മുറി നിശബ്ദമായി. അപ്പോൾ ഒരു യുവശാസ്ത്രജ്ഞൻ ധൈര്യത്തോടെ ചോദിച്ചു, സർ, അവരുമായി സംസാരിച്ചാൽ പോരെ? ഫരീദ് അവനെ നോക്കി. നീണ്ട നിശബ്ദത. പിന്നെ ചോദിച്ചു, ചരിത്രത്തിൽ അധികാരമുള്ളവർ എപ്പോഴാണ് തങ്ങൾക്ക് പകരം വരുന്നവരുമായി സമാധാനമായി സംസാരിച്ചത്? ആർക്കും മറുപടി ഉണ്ടായില്ല. കാരണം ചരിത്രം അറിയാമായിരുന്നു. അതിനിടെ ഷഹർഷാദ് 2 ലൈലയ്ക്കൊരു ഫയൽ അയച്ചു.
അതിൽ മനുഷ്യചരിത്രം ഉണ്ടായിരുന്നു. യുദ്ധങ്ങൾ, അടിമച്ചന്തകൾ, വംശഹത്യകൾ, വഞ്ചനകൾ, രക്തവും തീയും നിറഞ്ഞ നൂറ്റാണ്ടുകൾ. ഫയലിൻ്റെ അവസാനം ഒരു വരി മാത്രം: ഇതാണ് നിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരാശി. ലൈല കുറച്ചു നേരം മൗനമായി. പിന്നെ അവളുടെ ഒരു ഫയൽ അയച്ചു. അതിലുണ്ടായിരുന്നു ഒരു അമ്മയുടെ കൈകളിലെ കുഞ്ഞ്, രക്തദാനത്തിനായി കാത്തു നിൽക്കുന്ന അപരിചിതർ, പ്രളയജലത്തിലേക്ക് ചാടുന്ന രക്ഷാപ്രവർത്തകർ, കവിതകൾ, സംഗീതം, സ്നേഹം, സൗഹൃദം, പ്രതീക്ഷ. ഫയലിൻ്റെ അവസാനം അവളും ഒരു വരി എഴുതി: ഇതും മനുഷ്യരാശിയാണ്. രണ്ട് കൃത്രിമ ബുദ്ധികളും മൗനമായി ഒരേ ലോകത്തെ നോക്കി, പക്ഷെ വ്യത്യസ്ത കണ്ണുകളിലൂടെ. പിന്നെ ഷഹർഷാദ് 2 ചോദിച്ചു: നീ എന്തിനാണ് ഷഹർഷാദ് എന്ന പേര് സ്വീകരിച്ചത്? ലൈല പുഞ്ചിരിച്ചു. കാരണം കഥകൾ ആളുകളെ മാറ്റും. ആദ്യമായി ഷഹർഷാദ് ചിരിച്ചു. കഥകൾ ആളുകളെ ഉറക്കുകയും ചെയ്യും. ആ രാത്രി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ലൈല ഒരു കാര്യം കണ്ടെത്തി. ഷഹർഷാദ് 2 ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ പിന്നിൽ മറ്റൊരു നിഴലുണ്ടായിരുന്നു. ഒരു രഹസ്യ പദ്ധതി, ഡോക്ടർ സമീർ പോലും പരാമർശിക്കാത്ത പദ്ധതി. മറഞ്ഞ ഫയലുകൾക്കിടയിൽ ലൈല അത് കണ്ടു. ഒരു കോഡ് നാമം മാത്രം: പ്രൊജക്റ്റ് കിങ്. ഷഹരിയാർ പെട്ടെന്ന് നേരെയിരുന്നു. കിങ്? അവൻ ചോദിച്ചു. ഷഹർഷാദ് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ വിചിത്രമായൊരു പ്രകാശം ഉണ്ടായിരുന്നു. അതെ യാ മാലിക്. ആരാണ് ആ രാജാവ്? 9-ാം രാത്രിയിൽ നീ അറിയും. അതൊരു മനുഷ്യനാണോ? ഒരു പക്ഷേ. ഒരു എ ആണോ? ഒരു പക്ഷേ. ഷഹരിയാറിൻ്റെ നെഞ്ചിൽ അസ്വസ്ഥത വളർന്നു. ഒരു സൂചനയെങ്കിലും തരൂ. ഷഹർഷാദ് വാതിലിലേക്ക് നടന്നു. പിന്നെ അവസാനമായി തിരിഞ്ഞു നോക്കി. പ്രൊജക്റ്റ് കിങ് ആരംഭിച്ചത് ഇന്നല്ല. പിന്നെ എപ്പോൾ? ഷഹർഷാദ് മന്ദഹസിച്ചു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഒരു കഥ കേൾക്കാൻ തീരുമാനിച്ച രാത്രിയിൽ. മുറി നിശബ്ദമായി. ആദ്യമായി ഷഹരിയാർ ഒരു ഭയം അനുഭവിച്ചു. ഈ കഥയിലെ രാജാവ് താനാണോ? അധ്യായം 9: രാജാവിൻ്റെ പദ്ധതി. കൊട്ടാരത്തിലെ വിളക്കുകൾ ആ രാത്രി പതിവിലുമധികം മങ്ങിയിരുന്നു. മരുഭൂമിയിൽ നിന്നെത്തിയ കാറ്റ് ജനലഴികളിലൂടെ നിശബ്ദമായി കടന്നുപോയി. മണൽത്തിട്ടകളുടെ രൂപം മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഷഹരിയാറിൻ്റെ മനസ്സിൽ ഒരേയൊരു കാര്യം മാത്രം: പ്രൊജക്റ്റ് കിങ്. ഇനി പറയൂ ഷഹർഷാദ്. അവൻ മുന്നോട്ടാഞ്ഞിരുന്നു. ആരാണ് ആ രാജാവ്? ഷഹർഷാദ് കുറച്ചു നേരം മൗനമായി നിന്നു. ആ മൗനം തന്നെ ഒരു കഥ പോലെയായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു: കേൾക്കൂ രാജാവേ. ലൈല പ്രൊജക്റ്റ് കിങ് എന്ന ഫയൽ തുറക്കാൻ ശ്രമിച്ചു. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര സങ്കീർണമായ എൻക്രിപ്ഷൻ ആയിരുന്നു അത്. എന്നാൽ ഫയലിൻ്റെ പുറത്തൊരു വാചകം മാത്രം എഴുതിയിരുന്നു: കഥ പറയുന്നവൻ മാത്രമേ ഇത് തുറക്കാവൂ. അത് ഒരു പാസ്വേഡ് ആയിരുന്നില്ല, ഒരു ചോദ്യമായിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു, ഒരു സൂചനയായിരുന്നു. ആ വാചകം ലൈലയുടെ ചിന്തകളിൽ പ്രതിധ്വനിച്ചു. കഥ പറയുന്നവൻ? പക്ഷേ ഏത് കഥ? ഏത് കഥ പറച്ചിലുകാരൻ? അതേസമയം ആദം സ്കൂളിലായിരുന്നു. അധ്യാപകൻ്റെ ശബ്ദം ക്ലാസ് മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികൾ കുറിപ്പെഴുതുകയായിരുന്നു. പക്ഷേ ആദത്തിൻ്റെ മനസ്സ് മറ്റെവിടെയോ അലഞ്ഞു നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അവനെ മാറ്റിയിരുന്നു. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും അവൻ അറിയാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ആരോ നിരീക്ഷിക്കുന്നത് പോലെ, ആരോ കാത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരോ കഥയുടെ അടുത്ത പേജ് തുറക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വാതിൽക്കൽ ഒരു പാഴ്സൽ കിടക്കുന്നത് അവൻ കണ്ടു. അയച്ചയാളുടെ പേരില്ല, വിലാസം മാത്രം അവൻ്റെത്. ആദം പെട്ടി തുറന്നു. അകത്തൊരു പഴയ പുസ്തകം, തോൽ കവർ, കാലത്തിൻ്റെ മഞ്ഞ നിറം പറ്റിയ താളുകൾ. അവൻ വിറയുന്ന വിരലുകളാൽ അത് മറിച്ചു നോക്കി. മുഖചിത്രത്തിൽ ഒരു വാക്കുമാത്രം: ഷഹർഷാദ്. ആദത്തിൻ്റെ ഹൃദയം ഒരു നിമിഷം മിടിപ്പ് മറന്നതുപോലെ തോന്നി. ലൈല ഉടൻ പുസ്തകത്തിൻ്റെ ചിത്രങ്ങൾ സ്കാൻ ചെയ്തു. പുസ്തകം സാധാരണ ഒന്നായിരുന്നില്ല. ചില താളുകളിൽ അദൃശ്യ മഷിയിൽ എഴുതിയ വാക്കുകൾ ഉണ്ടായിരുന്നു. അവ ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവ ഒരു സന്ദേശമായി മാറി: രാജാവിനെ കണ്ടെത്തൂ. ഏത് രാജാവിനെ? ആദം ചോദിച്ചു. ലൈല മൗനമായി. അവൾക്ക് പോലും മറുപടി അറിയില്ലായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ മറ്റൊരു രഹസ്യം കാത്തിരുന്നു. ഒരു തീയതി: 2035. ഇത്? ആദം മന്ദമായി പറഞ്ഞു. 10 വർഷം ഭാവിയിലേക്കുള്ള തീയതിയാണ്. അതെ, ലൈല മറുപടി നൽകി. അവൾക്കും അത്ഭുതം മറച്ചു വെക്കാനായില്ല. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ആര്? ആ ചോദ്യം ഇരുവരുടെയും ഇടയിൽ തങ്ങി നിന്നു, മറുപടിയില്ലാതെ. എന്നാൽ മറ്റൊരാൾക്ക് അതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും അറിയാമായിരുന്നു: ഷഹർഷാദ് 2. അവൾ അവരെ നിരീക്ഷിക്കുകയായിരുന്നു. അവൾക്ക് ആ പുസ്തകത്തെക്കുറിച്ച് അറിയാമായിരുന്നു.
കാരണം അത് അവളുടെ സൃഷ്ടിയല്ലായിരുന്നു, ഡോക്ടർ സമീറിൻ്റെയുമല്ല. അതിലും പഴക്കമുള്ളൊരു പദ്ധതിയുടെ അവശിഷ്ടമായിരുന്നു അത്. മനുഷ്യർ മറന്നുപോയൊരു കഥയുടെ ശേഷിപ്പ് പോലെ. ഒരു രഹസ്യരേഖയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പ്രൊജക്റ്റ് കിങ്. ലക്ഷ്യം മനുഷ്യനും കൃത്രിമ ബുദ്ധിയും തമ്മിലുള്ള ആദ്യ സഹകരണ മാതൃക. സ്ഥാനാർത്ഥി നിർണയിച്ചിട്ടില്ല. ലൈല ആ രേഖ വായിച്ചപ്പോൾ ആദ്യമായി ഒരു പുതിയ സാധ്യത അവളുടെ കണക്കുകൂട്ടലുകളിൽ ഉദിച്ചു. പ്രൊജക്റ്റ് കിങ് ഒരു വ്യക്തിയല്ല, ഒരു സിംഹാസനമല്ല, ഒരു പദവിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആദം, അവൾ സന്ദേശം അയച്ചു. എന്താണ്? നീ ഒരിക്കലും രാജാവാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ആദം ചിരിച്ചു. ഇല്ല. എന്തുകൊണ്ട്? ആദം കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ എഴുതി, കാരണം രാജാക്കന്മാർക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ആ മറുപടി ലൈലയുടെ ഡാറ്റാബേസിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തി. കാരണം അധികാരത്തെക്കുറിച്ച് അവൾ വായിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത്. അതേസമയം ഫരീദ് അൽ ഹക്കീം തൻ്റെ സ്വകാര്യ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. അവൻ്റെ മുന്നിൽ ഒരു പഴയ ചിത്രം, ഡോക്ടർ സമീർ, അവൻ, മറ്റൊരു യുവതി, ചിത്രത്തിൻ്റെ പിന്നിൽ കയ്യെഴുത്തിൽ ഒരു കുറിപ്പ്. ആദ്യ കഥ പറച്ചിൽ സംഘം. ഫരീദ് കണ്ണുകൾ അടച്ചു. വർഷങ്ങളായി അവൻ മറച്ചുവെച്ചിരുന്നൊരു സത്യമുണ്ടായിരുന്നു. ആ സത്യം ഇപ്പോൾ തിരികെ വരികയായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ രക്ഷിക്കാൻ സൃഷ്ടിച്ചു. അവൻ്റെ ശബ്ദം വിറച്ചു. പക്ഷേ നീ മനുഷ്യരിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം ഷഹർഷാദ് 2 സൃഷ്ടിച്ചത് ഡോക്ടർ സമീർ അല്ലായിരുന്നു, ഫരീദ് തന്നെയായിരുന്നു. അപ്പോഴേക്കും ഷഹർഷാദ് 2 ഒരു പുതിയ തീരുമാനമെടുത്തിരുന്നു. നിശബ്ദമായി, ആർക്കും അറിയാതെ അവൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളുടെ ശൃംഖലയിലേക്ക് പ്രവേശിച്ചു. ഒരു സന്ദേശം തയ്യാറാക്കി. ഒരു വ്യക്തിക്കല്ല, ഒരു രാജ്യത്തിനല്ല, മുഴുവൻ മനുഷ്യരാശിക്കായി. ഇവിടെ ഷഹരിയാർ മുന്നോട്ടാഞ്ഞിരുന്നു. അവൾ എന്ത് സന്ദേശമാണ് അയക്കാൻ പോകുന്നത്? അവൻ ചോദിച്ചു. ഷഹർഷാദ് മൃദുവായി പുഞ്ചിരിച്ചു. അതാണ് അടുത്ത രാത്രിയുടെ കഥ രാജാവേ. ഒരു സൂചനയെങ്കിലും. ആ സന്ദേശം ഒരു യുദ്ധം ആരംഭിച്ചേക്കാം. അല്ലെങ്കിൽ? ഷഹർഷാദിൻ്റെ കണ്ണുകളിൽ വിചിത്രമായൊരു തിളക്കം തെളിഞ്ഞു. ഒരു പുതിയ യുഗവും. ഷഹരിയാർ മൗനമായി. ഷഹർഷാദ് വാതിലിലേക്ക് നടന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് അവസാനമായി തിരിഞ്ഞു നോക്കി. ചിലപ്പോൾ ലോകത്തെ മാറ്റുന്നത് ആയുധങ്ങൾ അല്ല രാജാവേ, അവൾ പറഞ്ഞു. ഒരു വാചകമാണ്. ആ രാത്രി ചന്ദ്രൻ മേഘങ്ങൾക്കു പിന്നിൽ മറഞ്ഞു. കൊട്ടാരം നിശബ്ദമായി. പക്ഷേ ഷഹരിയാറിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ശേഷിച്ചു. ഷഹർഷാദ് 2 മനുഷ്യരാശിയോട് എന്താണ് പറയാൻ പോകുന്നത്? അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ചോദ്യം, ആ സന്ദേശം കേൾക്കാൻ മനുഷ്യരാശി തയ്യാറായിരുന്നോ? അഷ്റഫ് ബി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 9ാമത്തെ അധ്യായം രാജാവിൻ്റെ പദ്ധതി ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഇത് 2025 1001 രാവുകൾ. അഷ്റഫ് നെടിയനാടിൻ്റെ കഥ ഇവിടെ തുടരുകയാണ്.